ആക്ച്വലി നമ്മളുടെ പള്ളിയുടെ ഇത് 200 വർഷം പഴക്കമുള്ള, ഏകദേശം 200 വർഷം പഴക്കമുള്ള ഒരു കുരിശടിയാണ്. ഇന്നത്തെ കാലത്ത് എല്ലാ പള്ളികളിലും ഒരു കുരിശടി ഉണ്ടാവും. അങ്ങനെയുള്ള ഈ കുരിശടീനെ ഇവിടുന്ന് പൊളിച്ച് കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാനായിട്ട് ഇവിടെയുള്ള നാനാജാതി ഇടവക്കാർ പ്രത്യേകിച്ചും, അതുപോലെ തന്നെ ഹിന്ദുക്കൾ പ്രത്യേകിച്ചും ഇതിനെ ഇവിടെ കൺസർവ് ചെയ്യണം, പ്രിസർവ് ചെയ്യണം എന്നുള്ള ഒരു ചിന്ത വരികയും അതിനു വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ കോൺട്രാക്ട് നമ്മൾക്ക് കിട്ടുന്നത്. അവർ ഉറപ്പ് തന്നു ഞങ്ങളിത് ഷിഫ്റ്റ് ചെയ്യാനുള്ളത്. അതുകൊണ്ടാണ് അത് ആ ഷിഫ്റ്റിംഗ് പ്രോസസ്സിലേക്ക് ഞങ്ങൾ കടന്നു. ഏകദേശം 2 വർഷത്തോളമായി ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ചിലവിടുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാ അപ്രൂവലുകളും, റെയിൽവേയുടെ അപ്രൂവൽ, കോർപ്പറേഷൻ സംരംഭം ഫൈനലി തുടങ്ങുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു 2 മാസം മുന്നേ ഇവർ കോൺട്രാക്ടേഴ്സ് ഇവിടെ വന്ന് അതിൻ്റെ ലിഫ്റ്റിങ്ങിനുള്ള പ്രോസസ്സ് തുടങ്ങി. ഏകദേശം നമ്മൾ ഇതിൻ്റെ ബേസ്മെൻറ്റ് ഫൗണ്ടേഷൻ ഏകദേശം ഒരു 4 അടിയോളം ഭൂമിക്ക് അടിയിലേക്ക് പോയി കഴിഞ്ഞിരുന്നു ഈ കാലഘട്ടം കൊണ്ട്. അതിനകത്ത് എക്സ്കവേറ്റ് ചെയ്തിട്ട് അതിനെ പൊക്കിയെടുത്തു. അതിൻ്റെ കീഴിൽ നിന്ന് ഫൗണ്ടേഷനിൽ നിന്ന് ഇടിയിപ്പിച്ച് ഇത് ലിഫ്റ്റ് ചെയ്തു ഏകദേശം റോഡിൻ്റെ ലെവലിലേക്ക് കൊണ്ടുവന്ന് ഫൗണ്ടേഷൻ്റെ ഭാഗത്തിന്. അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ മെല്ലെ മെല്ലെ ഒരു ദിവസം ഒരു 3-4 അടിയെന്ന് പറഞ്ഞോണം ഓരോ ആയിട്ട് ഇങ്ങനെ നീങ്ങിയാണ് ഇന്നിപ്പോൾ ഈ ഒരു പൊസിഷനിലേക്ക് വന്ന് എത്തിയിരിക്കുന്നത്. ഏകദേശം നാളെ ഉച്ചയോടുകൂടിയിട്ട് അല്ലെങ്കിൽ നാളെ വൈകിട്ടോടുകൂടി തീർച്ചയായിട്ടും ഇത് അതിൻ്റെ പുതിയ സ്ഥാനത്തേക്ക് കൊണ്ടെത്തിക്കും. അതിനുശേഷം ഇതിൻ്റെ പഴമ നിലനിർത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ റിസ്റ്റോറേഷൻ വർക്കുകൾ തുടങ്ങും. ഏകദേശം ഒരു 1-2 മാസത്തിനുള്ളിൽ അതിൻ്റെ റിസ്റ്റോറേഷൻ വർക്ക് തീരും. ഇതിൻ്റെ നിർമ്മാണ സമയത്തൊപ്പം ഉണ്ടായിരുന്നത് പള്ളിയിലെ ആളുകളാണോ, പള്ളൂരത്തിലുള്ള എല്ലാവരും മറ്റ് വ്യക്തരും ഉണ്ടായിരുന്നു? അല്ല, അന്നത്തെ കാലത്ത് ഏകദേശം 200 വർഷം എന്ന് പറയുമ്പോൾ ഈ പള്ളി വളരെ ഇത് നമ്മളുടെ സെൻറ്റ് മേരീസ് ബസിലിക്ക എടപ്പള്ളി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഏരിയയിൽ, അതായത് ഈ എറണാകുളത്തിൻ്റെ അല്ലെങ്കിൽ കൊച്ചി കോർപ്പറേഷൻ്റെ ഇന്നത്തെ സിറ്റുവേഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് ഈ ഒരു സീറോ മലബാർ ചർച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ സുറിയാനി പള്ളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ കാലത്ത് ഈ ഭാഗത്ത് ഉണ്ടായിരുന്നത് നമ്മളുടെ ഈ ഐലൻഡിൻ്റെ ഈ ഭാഗത്ത് ഇതെല്ലാം വെള്ളത്തിൽ ചുറ്റപ്പെട്ട കരകളാണ്. പൂന്തുരുത്തിയുമൊക്കെ ഒരു 4 വശം വെള്ളത്തിൽ ചുറ്റപ്പെട്ട കരയാണത്. അപ്പോൾ അന്നത്തെ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നത് മുഖ്യമായിട്ടും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുമായിരുന്നു. അവരുടെ എല്ലാവരുടെയും കൂടിയിട്ടുള്ള ഒരു ക്ഷീണമായ പ്രയത്നം വഴിയാണ് പള്ളി ഉണ്ടായതും. അപ്പോൾ എപ്പോഴും പള്ളി ഉണ്ടാകുമ്പോൾ അതിനോടൊപ്പം ഒരു കുരിശടിയും കൂടി ഉണ്ടാകുക എന്നുള്ളത് സാധാരണമാണ്. അങ്ങനെയാണ് ഈ കുരിശടിയും നമ്മൾ ഈ കാലഘട്ടം 200 വർഷം പഴക്കമാണെന്നുള്ളത് നമുക്ക് അനുമാനത്തിലെത്തുന്നത്.